നമസ്കാരം, വെൽക്കം ബാക്ക് ടു വരാന്ത റൈസ് യൂട്യൂബ് ചാനൽ. 2023 കറണ്ട് അഫയേഴ്സിനെ മെയിൻ ഫോക്കസ് ആക്കി വെച്ചുകൊണ്ട് നമ്മുടെ ചാനലിൽ ആരംഭിച്ച പുതിയ സീരീസ് ആയിട്ടുള്ള സമ്മപ്പ് 2023 പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ കവർ ചെയ്ത ടോപ്പിക് 2023 GI ടാക്സ് കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് അതുപോലെ സ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. 2023 ലോഞ്ച് ചെയ്തിട്ടുള്ള റിലീസ് ചെയ്തിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ബുക്കുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ആ ബുക്സിൻ്റെ ഓതേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് ഷബാന. ഇന്നത്തെ സെക്ഷൻ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതുപോലെ ഓരോ ഓതേഴ്സ് അതുപോലെ തന്നെ അവർ എഴുതിയിരിക്കുന്ന ബുക്ക് ഏതാണ്, പിന്നെ അതിൽ ഒരു നാഷണൽ ലെവൽ എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കീ പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കും നമ്മൾ ആ ഒരു പാറ്റേണിലായിരിക്കും നോക്കുന്നത്. ആദ്യത്തെ ഓതർ എന്ന് പറയുന്നത് ഏതാ? ട്വിങ്കിൾ ഖന്ന എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ആക്ട്രസ് ആണ്. പുള്ളിക്കാരിയുടെ 4ാമത്തെ ഒരു നോവലാണ് ഇത് 2023 റിലീസ് ചെയ്തിട്ടുള്ളത്. പേരെന്താണ്? വെൽക്കം ടു പാരഡൈസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. 4th നോവൽ ഒരു നോവൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ പുസ്തകം അത് മെമ്മോയർ ആണോ, നോവലാണോ, സ്റ്റോറി ആണോ, ഷോർട്ട് സ്റ്റോറി ആണോ, പോയമാണോ, അങ്ങനെ അതുകൂടി ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി പോകണം. അപ്പോൾ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് ഒരു നോവൽ കാറ്റഗറിയിൽ വരുന്നതാണ്. 4th നോവലാണ് പുള്ളിക്കാരിയുടെ. അപ്പോൾ ഇത് എങ്ങനെയാണ്? അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ? ഇതിൻ്റെ സ്റ്റോറി ഒരു ചെറിയൊരു കണ്ടന്റ് പറയാനാണെങ്കിൽ ഒന്നുമില്ല, ഒരു വുമൺ ഇതുപോലെ ലവ്, റിലേഷൻഷിപ്പ്, ബ്രേക്കപ്പ് തുടങ്ങിയുള്ള ട്രോമ, അങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫിലെ ഇവൻസിലൂടെ കടന്നു പോകുമ്പോൾ പുള്ളിക്കാരുടെ എക്സ്പീരിയൻസസ് ആണ് ഈ ഒരു പുസ്തകത്തിലൂടെ പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കാനുള്ള ഒരു കോഡ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ പാരഡൈസ് എന്ന് പറഞ്ഞാൽ മലയാള അർത്ഥം എന്താണ്? പറുദീസ അല്ലെങ്കിൽ സ്വർഗം എന്നൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ പറുദീസയിൽ കുറേ സ്റ്റാറുകളൊക്കെ ട്വിങ്കിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മിന്നുന്നു, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ പാരഡൈസ് ആൻഡ് ട്വിങ്കിൾ അസോസിയേറ്റ് ചെയ്ത് പഠിക്കുക. ഒരിക്കലും ഇങ്ങനെ ഇതുപോലെ ഓതേഴ്സിൻ്റെ ബുക്കിൻ്റെ പേര് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു 4 ഓപ്ഷൻസ് കാണുമ്പോൾ ഈ പുസ്തകം തന്നിരിക്കുന്ന പുസ്തകം ഏത് ഓതറുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവാൻ കറക്റ്റ് കോഡുകൾ നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് പഠിക്കണം. അപ്പോൾ പാരഡൈസ് സ്റ്റാർ ട്വിങ്കിൾ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. രണ്ടാമത്തേതിലേക്ക് പോകുന്നു. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതേപോലെ തന്നെ ബോളിവുഡിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് സീബ എന്ന് പറയുന്നത് എഗൈൻ ഒരു നോവലാണ്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സീബ എന്ന് പറയുന്നത് ഒരു നോവലാണ്, പുള്ളിക്കാരുടെ ആദ്യത്തെ നോവലാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പൊടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഫസ്റ്റ് നോവലാണ്, ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് പറയുന്നത്. ഇതേപോലെ തന്നെ ഇത് ലോഞ്ച് ചെയ്തത് 12ാമത്തെ എഡിഷൻ ബാംഗ്ലൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ തന്നെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബാംഗ്ലൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 12ാമത്തെ എഡിഷൻ 2023 നടന്ന 12ാമത്തെ എഡിഷൻ ആ ഒരു വേദിയിൽ വെച്ചിട്ടാണ് ഹ്യൂമ ഖുറേഷി ഇതേപോലെ സീബ എന്ന് പറയുന്ന പുള്ളിക്കാരുടെ നോവല് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പഠിക്കാൻ പ്രത്യേകിച്ച് കോഡ് കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും പറയാനാണെങ്കിൽ എന്താ, നമ്മൾ ഹ്യൂമൻസിന് എങ്ങനെ പറയാം? ഹോമോ സാപ്പിയൻസ് എന്നല്ലേ പറയാം. അപ്പോൾ ഹോമോ എന്നുള്ളതിൽ നിന്ന് ഹ്യൂമ, അതിൽ നിന്ന് സീബ, അങ്ങനെ ഓർത്തിരിക്കുക. ഇനി ഇതിനേക്കാൾ നല്ല കോഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും അത് പഠിക്കുന്നതിന് വേണ്ടി. അപ്പോൾ രണ്ടാമത്തേത് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഹ്യൂമ ഖുറേഷി രചിച്ചിട്ടുള്ള പുസ്തകത്തിൻ്റെ പേര്, നോവലിൻ്റെ പേര് സീബ എന്ന് പറയുന്ന പുസ്തകമാണ്. മൂന്നാമത്തേത് നമുക്ക് നോക്കാനുള്ളത് BK ശിവാനി അല്ലെങ്കിൽ സിസ്റ്റർ ബ്രഹ്മകുമാരി ശിവാനി പുള്ളിക്കാരി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ദ പവർ ഓഫ് വൺ തോട്ട്. ഒരു ചിന്തയുടെ പവർ എന്താണ് അല്ലേ? പവർ ഓഫ് വൺ തോട്ട്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ, ഓരോ കാര്യത്തെ പറ്റിയും ഓരോ പേഴ്സണിനെ പറ്റിയും ഓരോ ലൈഫ് സിറ്റുവേഷൻസിനെ പറ്റിയും എന്ത് ചിന്തിക്കുന്നോ അതായിരിക്കും നമ്മുടെ ഫിസിക്കൽ വേൾഡ് അല്ലെങ്കിൽ ഔട്ടർ വേൾഡിൽ ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ അതായിരിക്കും യഥാർത്ഥമാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള ചിന്തകളും ആക്ഷൻസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ആ ഒരു പ്രോസസ്സിനെ പറ്റി അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ വിശദമായി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ദ പവർ ഓഫ് വൺ തോട്ട് എന്ന് പറയുന്ന പുസ്തകം. ഇനി ഈ സിസ്റ്റർ BK ശിവാനി അല്ലെങ്കിൽ ബ്രഹ്മകുമാരി ശിവാനി എന്ന് പറയുന്ന പുള്ളിക്കാരി 2017 നമ്മുടെ വേൾഡ് സൈക്യാട്രിക് അസോസിയേഷൻ WPA എഴുതുന്നു, നിങ്ങൾ ഫുൾ ഫോം എഴുതുക, വേൾഡ് സൈക്യാട്രിക് അസോസിയേഷൻ ഗുഡ്വിൽ അംബാസഡറായി തിരഞ്ഞെടുത്തിരുന്നു. ഗുഡ്വിൽ അംബാസഡറായി
ഇതുപോലെ ബി കെ ശിവാനിയെ തിരഞ്ഞെടുത്തിരുന്നു. അതുപോലെ തന്നെ എന്താ നമ്മളുടെ ഈ വുമൺ എംപവർമെന്റിന് വേണ്ടി ഒത്തിരി പ്രവർത്തിക്കുന്ന, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒത്തിരി പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കാറ്റഗറിയിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ ഓണർ ആയിട്ടുള്ള നാരി ശക്തി പുരസ്കാർ 2019 കിട്ടിയിട്ടുണ്ട്. നാരി ശക്തി പുരസ്കാർ. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്യുക. 2017 വേൾഡ് സൈക്യാട്രിക് അസോസിയേഷൻ്റെ ഗുഡ്വിൽ അംബാസഡറായി സിസ്റ്റർ ബി കെ ശിവാനിയെ തിരഞ്ഞെടുത്തിരുന്നു. അതുപോലെ തന്നെ 2019 എന്താ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാരി ശക്തി പുരസ്കാർ നൽകി ആദരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സിസ്റ്റർ ബി കെ ശിവാനി, അല്ലെങ്കിൽ ആ ഒരു ഫുൾ ഫോം കൂടെ നിങ്ങൾ പഠിക്കുക, ഇനീഷ്യൽസിൻ്റെ ബ്രഹ്മകുമാരി ശിവാനി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് 3ാമതായി പഠിക്കാനുണ്ടായിരുന്ന പുസ്തകം. 4ാമത് നമുക്ക് നോക്കാം. 4ാമതായിട്ട് പഠിക്കാനുള്ളത് സൽമാൻ റഷ്ദി, വളരെ കോൺട്രവേഴ്സീസ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഓഥറാണ് സൽമാൻ റഷ്ദിയുടെ ഒരു പുസ്തകം വിക്ടറി സിറ്റി. അപ്പോൾ കഴിഞ്ഞ പുസ്തകം പഠിക്കാൻ കോഡ് നമുക്ക് ഇപ്പോൾ സിസ്റ്റർ ബി കെ ശിവാനി, സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ സമൂഹത്തിനെ ഗൈഡ് ചെയ്യുന്ന, മാർഗ്ഗനിർദ്ദേശിയായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളിൽ ഒരാളാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ തോട്ടുമായിട്ട് കണക്ട് ചെയ്താൽ മതി. സിസ്റ്റർ ബി കെ ശിവാനി, ചിന്തകൾ എത്രത്തോളം നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഓർക്കുക. കോഡൊന്നും പറയാനില്ല അതിൽ. ഇതുപോലെ വിക്ടറി സിറ്റി എന്നാണ് നോവലിൻ്റെ പുസ്തകം. അപ്പോൾ പുള്ളിക്കാരൻ ഇതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ തന്നെയാണ്, ഒരു ഓഥറാണ് സൽമാൻ റഷ്ദി എന്ന് പറയുന്നത്. ഇതുപോലെ ദ സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിന് വേണ്ടി ഒത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ട് ഇതുപോലെ ഫത്വ അടക്കം ഒത്തിരി ഇതുപോലെ അസാസിൻ ചെയ്യും തുടങ്ങിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇദ്ദേഹത്തെ പറ്റി നമ്മൾ എപ്പോഴും ന്യൂസിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു പേരാണ് സൽമാൻ റഷ്ദി എന്ന് പറയുന്ന പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു നോവലാണ് വിക്ടറി സിറ്റി എന്ന് പറയുന്നത്, വിക്ടറി സിറ്റി. അപ്പോൾ ഇതിൻ്റെ കോഡ് എങ്ങനെയാണ് പഠിക്കാൻ ഇപ്പോൾ ഇത് കോഡ് എന്ന് പറയുന്ന സമയത്ത് ഇതുപോലെ സൽമാൻ റഷ്ദി എന്നാണ് പേര്. അപ്പോൾ സൽമാൻ അല്ലെ, നമ്മുടെ ബോളിവുഡിലെ ഒരു ആക്ടറാണ് സൽമാൻ ഖാൻ. അപ്പോൾ സൽമാൻ ഖാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം ഹിറ്റാണ്, വിക്ടറിയാണ്, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ വിക്ടറി, സൽമാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം വിക്ടറിയാണ്, അല്ലെങ്കിൽ എല്ലാം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ്. അപ്പോൾ സൽമാൻ റഷ്ദി ആൻഡ് വിക്ടറി സിറ്റി. ഇനി ഈ പുസ്തകത്തിൽ പറയുന്നത് ഇപ്പോൾ ഒരു ചെറിയൊരു ഇത് കാണാമല്ലേ, നമ്മുടെ വിജയനഗര സാമ്രാജ്യം, വിജയനഗര എംപയറിനുമായിട്ട് അതിനാസ്പദമാക്കി അതിനെ ചുറ്റുപറ്റി നടക്കുന്ന ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ രചിച്ചിട്ടുള്ളത്. അപ്പോൾ വിജയനഗര എംപയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതായിരിക്കും? സൽമാൻ റഷ്ദിയുടെ വിക്ടറി സിറ്റി എന്ന് പറയുന്ന നോവലായിരിക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് 5ാമതായിട്ട് ഡോക്ടർ വിജയ് ദർദ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ റിംഗ് സൈഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹം ലോഞ്ച് ചെയ്തിട്ടുള്ളത്, റിലീസ് ചെയ്തിട്ടുള്ളത്. റിംഗ് സൈഡ് എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ ഇദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണ്. ഇതുപോലെ ഇദ്ദേഹം ഇതുപോലെ വീക്ക്ലി ന്യൂസ് പേപ്പറുകളിലൊക്കെ എഴുതുമായിരുന്നു, ആർട്ടിക്കിൾസ് എഴുതുന്ന ഒരാളായിരുന്നു. നമ്മൾ എഡിറ്റോറിയൽസ്, ഹിന്ദു പേപ്പറിൽ എഡിറ്റോറിയൽസ് വായിക്കുമല്ലോ, അതുപോലെ വീക്ക്ലി പേപ്പേഴ്സിൽ ആർട്ടിക്കിൾസ് എഴുതുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ ലോക്മാത മീഡിയ, ഇങ്ങനെ എഴുതാം, ലോക്മാത LOKMATA, ലോക്മാത മീഡിയ പബ്ലിക്കേഷൻസിൻ്റെ വീക്ക്ലി ന്യൂസ് പേപ്പറുകളിൽ ഇദ്ദേഹം നിരന്തരമായിട്ട് ആർട്ടിക്കിൾസ് എഴുതുമായിരുന്നു. ഒരു 2011-16 കാലഘട്ടത്തിൽ, 11-16 ഇതുപോലെ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എക്കോണമിക്കലി നമ്മുടെ സമൂഹത്തിനെ അഫക്റ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ നമ്മൾ സാധാരണ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെപ്പറ്റിയൊക്കെ ഇദ്ദേഹം ഇതുപോലെ ആർട്ടിക്കിൾസ് എഴുതുമായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ആർട്ടിക്കിൾസിൻ്റെ എല്ലാത്തിൻ്റെയും കമ്പൈലേഷൻസ് ആണ്, എല്ലാം കമ്പൈൽ ചെയ്തിട്ട് അദ്ദേഹം ഒരു പുസ്തകമാക്കി ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്ത വ്യക്തി ആരാണ് എന്നുള്ളത് ഇതിനെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആക്കുന്നു. ആരാ ലോഞ്ച് ചെയ്തത്? നമ്മുടെ സ്വന്തം ശശി തരൂർ സാറാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരാ ലോഞ്ച് ചെയ്തത്? ബുക്കിൻ്റെ പേരെന്നാണ് റിംഗ് സൈഡ്. ആരാണ് ഓഥർ എന്ന് പറയുന്നത്? ഡോക്ടർ വിജയ് ദർദ. പഠിക്കാനുള്ള കോഡ് എന്ന് പറയുമ്പോൾ ഈ റിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക് എടുക്കുന്നു. റിംഗ് അല്ലേ, നമ്മൾ റിംഗ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ. വിജയ് അല്ലെങ്കിൽ വിജയം, ഹാപ്പിനെസ്, പ്രോസ്പെരിറ്റി, അങ്ങനെയൊക്കെ ആയിട്ട് കണക്ട് ചെയ്താൽ മതി. റിംഗ് ആൻഡ് വിജയ്, ഇത് രണ്ടും കണക്ട് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, അടുത്തത് നോക്കാം. 6ാമതായിട്ട് നോക്കാനുള്ളത് ശശി തരൂർ സാർ രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. നേരത്തെ പറഞ്ഞത് ഏതായിരുന്നു? ഡോക്ടർ വിജയ് ദർദ സാർ ഓഥർ ആയിരുന്നു, പക്ഷേ റിലീസ് ചെയ്തത് ഡോക്ടർ ശശി തരൂർ ആയിരുന്നു. ഇതെന്താ, ഈ പുസ്തകം എന്ന് പറയുന്നത് ഓഥർ എന്ന് പറയുന്നത് ശശി തരൂർ സാറാണ്. അപ്പോൾ സാർ രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ഡോക്ടർ BR അംബേദ്കറിനെ ആസ്പദമാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് അംബേദ്കർ എ ലൈഫ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അംബേദ്കർ എ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അംബേദ്കർ സാറിനെ നമുക്ക് പുതുതായിട്ട് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല. ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ,
ഭീംറാവു അംബേദ്കർ. അതുപോലെ തന്നെ എന്താ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നിയമിച്ചിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡായിരുന്നു ഡോക്ടർ ഭീംറാവു അംബേദ്കർ സർ എന്ന് പറയുന്നത്. അപ്പോൾ സാറിന്റെ ജനനം തൊട്ടിട്ട് മരണം വരെ അതിനിടയിൽ അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടും അറിയാതെയും കിടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, സംഭവ വികാസങ്ങളെ പറ്റി അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ജനനം എപ്പോഴായിരുന്നു? 1891 ഏപ്രിൽ 14 അല്ലേ, ഏപ്രിൽ 14. ഡെത്ത് എപ്പോഴായിരുന്നു? 1956 ഡിസംബർ 6. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇതുപോലെ അൺടച്ചബിലിറ്റി ഇല്ലീഗലാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് അല്ലെ, ഒത്തിരി സോഷ്യൽ റിഫോംസ് അല്ലെങ്കിൽ മുന്നേറ്റങ്ങൾക്ക് അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെ പറ്റിയാണ് ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ശശി തരൂർ സർ ഓതറായിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പേരാണ് അംബേദ്കർ എ ലൈഫ് എന്ന് പറയുന്നത്. ഇതിന് കോഡ് പറയുന്നില്ല, ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത നോക്കാം നമുക്ക്. വിവേക് അഗ്നിഹോത്രി. വിവേക് അഗ്നിഹോത്രി അല്ലെങ്കിൽ വിവേക് രഞ്ജൻ അഗ്നിഹോത്രി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ദ ബുക്ക് ഓഫ് മൈ ലൈഫ് മൈ ഡാൻസ് വിത്ത് ബുദ്ധ ഫോർ സക്സസ് എന്ന് പറയുന്നത്. വിവേക് രഞ്ജൻ അഗ്നിഹോത്രി നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത് റിലീസായിട്ടുള്ള കുറേ ഡോക്യുമെൻ്ററീസ് ഉണ്ടല്ലോ, കശ്മീർ ഫയൽസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ദ വാക്സിൻ വാർ ഉൾപ്പെടെയുള്ള ഡോക്യുമെൻ്ററീസ് അല്ലെങ്കിൽ സീരീസിൻ്റെ ഒക്കെ ഡയറക്ടറാണ് വിവേക് രഞ്ജൻ അഗ്നിഹോത്രി എന്ന് പറയുന്ന ആൾ. അപ്പോൾ പുള്ളിക്കാരൻ്റെ 2023 റിലീസ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് ദ ബുക്ക് ഓഫ് മൈ ലൈഫ് മൈ ഡാൻസ് വിത്ത് ബുദ്ധ ഫോർ സക്സസ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇതിൽ പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കാനുള്ളൊരു കോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വിവേക് അഗ്നിഹോത്രി എന്നാണ് പേര്. അപ്പോൾ ലൈഫിൽ നമ്മൾ വിവേകത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ലൈഫിൻ്റെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഏത് ആസ്പെക്റ്റ് ആണെങ്കിലും നമുക്കതിൽ സക്സീഡ് ചെയ്യാൻ പറ്റും, ജയിക്കാൻ പറ്റും. അപ്പോൾ വിവേക് ആൻഡ് സക്സസ്, വിവേക് ആൻഡ് സക്സസ് അല്ലേ. ദ ബുക്ക് ഓഫ് മൈ ലൈഫ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. ദ ബുക്ക് ഓഫ് മൈ ലൈഫ് മൈ ഡാൻസ് വിത്ത് ബുദ്ധ ഫോർ സക്സസ് എന്നുള്ളതാണ് ആ ഒരു പുസ്തകത്തിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോട്ട് ചെയ്യണം. റീസെൻ്റ് ആയിട്ട് ഒത്തിരി അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് കശ്മീർ ഫയൽസ് എന്ന് പറയുന്നത്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. അടുത്തത് നമുക്ക് അടുത്ത പുസ്തകത്തിലേക്ക് പോകുന്നതിന് മുൻപ് ചെറുതായിട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിനെ പറ്റിയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട്. ഇതുപോലെ ബേസിക് ആയിട്ടുള്ള തിയറീസും കൺസെപ്റ്റും ഒക്കെ നമ്മൾ ക്ലാസ് റൂംസിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നു. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ലെവൽ സർക്കിളുകളാണ്. ബേസിക് സർക്കിളായി ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? കുട്ടികൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ സെയിം പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒത്തിരി ഇരുന്ന് ചെയ്യുന്നു. മൂന്നാമത് എലിജിബിലിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിന് ശേഷം മാത്രം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള എക്സ്ട്രീം ബാച്ചിലേക്ക് നമ്മൾ അവരെ കടത്തിവിടുന്നു. അവിടെ അവർ കൂടുതൽ എക്സാമുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, അഡ്വാൻസ് ലെവൽ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നു. നാലാമത്തെ ലെവൽ എന്ന് പറയുന്നത് സൂപ്പർ ബാച്ചുകളാണ്. എക്സാം ഫോക്കസ് ആയിട്ട് ചെയ്യുന്ന പുതിയ ബാച്ചുകളായിരിക്കും ഈ സൂപ്പർ ബാച്ചുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അപ്കമിംഗ് ആയിട്ട് ഏതെങ്കിലും എക്സാംസ് ഉണ്ട്, SSCയുടെയോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബാങ്കിൻ്റെ എക്സാംസ് ഉണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് നമ്മൾ ഇതുപോലെ എലിജിബിലിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. അതിനുശേഷം അവരെ സൂപ്പർ ബാച്ചിലേക്ക് കടത്തിവിടുന്നു. അതിനുശേഷം റിപ്പ് ഇൻറ്റൻസ് മോക്ക് സെക്ഷൻസ് ആണ്. ടൈം ബൗണ്ടഡ് ആയിട്ട് എങ്ങനെ നമ്മൾ മോക്സ് അറ്റൻഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം അല്ലേ. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞ് ഈ ടയർ 1 ടയർ 2 ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എക്സാമിൽ ഇൻ്റർവ്യൂയുടെ ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ നമ്മൾ അതും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ മോക്ക് ഇൻ്റർവ്യൂസ് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മുടെ വരാന്ത റേസ് ഫാമിലിയുടെ ഭാഗമാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 2 നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. ഓഫ്ലൈൻ ബാച്ചസ് നമുക്ക് മൺഡേ ടു ഫ്രൈഡേ, അതുപോലെ തന്നെ വീക്കെൻഡ് ബാച്ചസ് സാറ്റർഡേ സൺഡേയും അവൈലബിൾ ആണ്. അപ്പോൾ ഓഫ്ലൈൻ ബാച്ചുകൾക്ക് ഈ നമ്പർ കോൺടാക്ട് ചെയ്യുക. ഓൺലൈൻ ബാച്ചസ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാനുള്ളത് എട്ടാമത്തെ പുസ്തകത്തിൻ്റെ പേര് എന്ന് പറയുന്നത് സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ്. എഴുതിയിരിക്കുന്ന ഓഥർ എന്ന് പറയുന്നത് അമിതാവ് ഘോഷ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഇതൊരു മെമ്മോയർ ആണ്. മെമ്മോയർ എന്ന് പറയുമ്പോൾ എന്താ? ഓർമ്മക്കുറിപ്പ് അല്ലേ. ഒരു മെമ്മോയർ ആണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈ ഒരു ഒപ്പിയം എന്ന് പറയുന്നത് പോപ്പി പ്ലാന്റ് അല്ലേ, പോപ്പി പ്ലാന്റിൻ്റെ സീഡാണ് ഈ ഒപ്പിയം എന്ന് പറയുന്നത്. എന്താ? നാർക്കോട്ടിക്സ് ആണ്. ഈ സീഡൊക്കെ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുന്നു? ഇതുപോലെ ഓരോ പ്രോസസ്സിലൂടെ എക്സ്ട്രാക്ട് ചെയ്ത് ഓരോരോ പ്രോസസ്സിലൂടെ കടത്തി വിട്ടിട്ട് അതിൽ നിന്ന് ഒപ്പിയത്തിൽ നിന്നും ആൽക്കലോയിഡ്സ് നമ്മൾ വേർതിരിച്ചെടുക്കുന്നു. ഇതുപോലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ഒപ്പിയം ആൽക്കലോയിഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? മോർഫിൻ, തിബൈൻ, കോഡിൻ, നോസ്കപ്പെയിൻ, പപ്പാവരിൻ പോലുള്ള ആൽക്കലോയിഡ്സ്. കോൺസെൻട്രേഷൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഈ തരത്തിലുള്ള ആൽക്കലോയിഡ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? വേർതിരിച്ചെടുത്തിട്ട് അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്കോണമിക്കൽ അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒപ്പിയം അല്ലെങ്കിൽ ഈ പോപ്പി സീഡ്സിൻ്റെ എക്കോണമിക്കൽ ഇമ്പോർട്ടൻസ്, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഓർമ്മക്കുറിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു മെമ്മോയറിൽ അദ്ദേഹം പറയുന്നത്. ഇതിനു മുൻപ് ഇതേ ഒരു തീം
ആക്കി, ഈ ഒരു വിഷയമാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു 3 ബുക്സ് രചിച്ചിരുന്നു. ട്രൈലോഗി സീരീസ്, ഐബിസ് ട്രൈലോഗി, ഐബിസ് ട്രൈലോഗി സീരീസ് അദ്ദേഹം രചിച്ചിരുന്നു. സീ ഓഫ് പോപ്പീസ്, അതുപോലെ തന്നെ റിവർ ഓഫ് സ്മോക്ക്, ഫ്ലഡ് ഓഫ് ഫയർ. ഓക്കെ, ഈ 3 പുസ്തകങ്ങൾ അദ്ദേഹം ആദ്യം രചിച്ചിരുന്നു. ഇതേ ഒരു തീം വരുന്ന അല്ലെങ്കിൽ ഇതേ ഒരു വിഷയത്തിൽ അതിന് കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ഒരു പുസ്തകവും രചിച്ചിട്ടുള്ളത്. പേരെന്താണ്? സ്മോക്ക് ആൻഡ് ആഷസ്. സ്മോക്ക് ആൻഡ് ആഷസ്. അപ്പോൾ ഇത് ഐബിസ് ട്രൈലോഗി ഏതായിരുന്നു എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. ഏതൊക്കെയായിരുന്നു? സീ ഓഫ് പോപ്പീസ്, റിവർ ഓഫ് സ്മോക്ക്, അതുപോലെ തന്നെ ഫ്ലഡ് ഓഫ് ഫയർ. ഫ്ലഡ് ആണ്, ഫ്ലഡ് ഓഫ് ഫയർ, ഫ്ലഡ് ഓഫ് ഫയർ എന്നുള്ളതാണ്. ഇത് പഠിക്കാനുള്ള കോഡ് എന്താ? കോഡ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ അമിതാവ് ഘോഷ് എന്നാണ് ഓദറിൻ്റെ പേര്. അപ്പോൾ അമിതമായിട്ട് സ്മോക്ക് ചെയ്താൽ നമ്മളെല്ലാവരും ആഷസ് ആയി മാറും എന്ന് ഓർത്താൽ മതി. അമിതമായിട്ട് സ്മോക്ക് ചെയ്താൽ എല്ലാവരും ആഷസ് ആവും. ഓക്കെ, ഇറ്റ്സ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് 9ാമതായിട്ട് നമുക്ക് നോക്കാനുള്ള പുസ്തകത്തിൻ്റെ പേരാണ് എന്താ? ദ ഗോൾഡൻ ഇയേഴ്സ്, റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ടാണ് എഴുതിയിട്ടുള്ളത് ദ ഗോൾഡൻ ഇയേഴ്സ് എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് ഒരു മിഡിൽ ഏജ് വരുന്നത്, ഒരു 40+ അല്ലെങ്കിൽ 50+ വയസ്സ് വരുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഫിസിക്കലി മെൻ്റലി ഒക്കെ അവർ അനുഭവിക്കുന്ന ഒത്തിരി സ്ട്രെസ്സുകൾ എന്തൊക്കെയാണോ, അല്ലെങ്കിൽ ലൈഫുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈവൻ നമ്മളുടെ പാരൻസ് ആണെങ്കിൽ കൂടെ പറയാതെയോ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കൂടുതൽ പേരും പറയാതെ ഒറ്റയ്ക്ക് കടന്നു പോകുന്ന ഒത്തിരി കാര്യങ്ങളാണ് ഇവർ ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യൻ ഓഥറാണ്. റസ്കിൻ ബോണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഥറാണ്. ഇന്ത്യൻ ഓഥറാണ്. ഇത് പഠിക്കാനുള്ള ഒരു കോഡ് എന്ന് പറയുന്നത്, നമ്മൾ ഈ റസ്ക് കഴിക്കുമല്ലോ, ചായയിൽ റസ്ക് അങ്ങനെ മുക്കി കഴിക്കും. അപ്പോൾ ഈ റസ്ക് എന്ന് പറയുന്നത് എങ്ങനെയുള്ള റസ്ക്? നല്ല ടേസ്റ്റി ആയിട്ടുള്ള റസ്ക് അല്ലെങ്കിൽ നല്ല രസമുള്ള റസ്ക് എന്ന് പറയുന്നത് എപ്പോഴും നല്ല ഗോൾഡൻ ബ്രൗൺ കളറുള്ള റസ്ക് ആണ്, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ഗോൾഡൻ ഇയേഴ്സ്, ഗോൾഡൻ ബ്രൗൺ ഉള്ള റസ്ക് ആണ് നല്ല റസ്ക്. ഓക്കെ, റസ്കിൻ ബോണ്ട് ദ ഗോൾഡൻ ഇയേഴ്സ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് വരുന്നത്. അടുത്തതിലേക്ക് നോക്കാം. അടുത്തത് 10ാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബോറിയ മജുംദാർ എന്ന് പറയുന്ന ഇന്ത്യൻ ജേർണലിസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് സച്ചിൻ അറ്റ് 50 സെലിബ്രേറ്റിംഗ് എ മൈസ്ട്രോ. അല്ലേ, സച്ചിൻ അറ്റ് 50. സച്ചിൻ്റെ 50ാമത്തെ ബർത്ത്ഡേ ദിവസം, ജന്മദിനത്തിലാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം റിലീസ് ചെയ്തിട്ടുള്ളത്. സച്ചിൻ അറ്റ് 50 സെലിബ്രേറ്റിംഗ് എ മൈസ്ട്രോ. അപ്പോൾ അറിയാം, ഏപ്രിൽ 24 സച്ചിൻ്റെ ബർത്ത്ഡേ വരുന്നത്. ആ ദിവസമാണ് 2023 ഈ ഒരു പുസ്തകം ഇദ്ദേഹം റിലീസ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ സച്ചിൻ്റെ കരിയറിൻ്റെ ഒരു പാത്ത് ഉണ്ടല്ലോ, എങ്ങനെയാണ് തുടക്കം, എങ്ങനെയായിരുന്നു, എങ്ങനെയൊക്കെ ആയിരുന്നു അത് പ്രോഗ്രസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയുള്ള ഒത്തിരി കാര്യങ്ങൾ. ഇപ്പോൾ 1989 പാകിസ്ഥാനുള്ള ടെസ്റ്റ് മാച്ചിൽ നമുക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു വിഷ്വൽസ് എന്ന് പറയുന്നത്, അല്ലേ? കറി യൂണിസിൻ്റെ ആ ഒരു ബോളൊക്കെ തട്ടിയിട്ട് മൂക്കിൽ നിന്ന് ചോരയൊക്കെ വന്നിട്ട് ആ ഒരു പിക്ചറൊക്കെ നമുക്ക് ഇപ്പോഴും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ഒത്തിരി ഇവൻറ്റ്സ് അതിലൂടെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് എന്തൊക്കെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ സച്ചിൻ ആൻഡ് 50 സെലിബ്രേറ്റിംഗ് എ മൈസ്ട്രോ എന്ന് പറയുന്നത് ഇതുപോലെ ബോറിയ മജുംദാറിൻ്റെ ഒരു പുസ്തകമാണ്. ഇതിങ്ങനെ പഠിക്കുക. അതിൻ്റെ കോഡെന്ന് പറയുന്നത് എന്താ? കോഡെന്ന് പറയുന്നത് സച്ചിൻ്റെ കളികൾ നമ്മൾ കാണുന്നത്, അല്ലേ, മാച്ചുകൾ കാണുന്നത് ഒരിക്കലും നമുക്ക് ബോറടിക്കാത്തൊരു കാര്യമാണ്, അല്ലേ? സച്ചിൻ്റെ കളികൾ എന്ന് പറയുന്നത് ഒരിക്കലും എന്താ ബോറില്ല അല്ലെങ്കിൽ ബോറടിക്കാത്തൊരു കാര്യമാണ് സച്ചിൻ്റെ കളികൾ എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചാണ്, അങ്ങനെ ആലോചിച്ചാൽ മതി. അടുത്തത് പോകുന്നത് 11ാമത്തെ പുസ്തകത്തിലേക്കാണ്. രചന ബിഷ്ത് റാവത്ത് എന്ന് പറയുന്ന ഇന്ത്യൻ ഓഥർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ദ മാൻ ബിഹൈൻഡ് ദ യൂണിഫോം എന്ന് പറയുന്നത്. യൂണിഫോമിന്റെ പുറകിലുള്ള ഒരു മനുഷ്യൻ, ദ മാൻ ബിഹൈൻഡ് യൂണിഫോം. അപ്പോൾ ദ മാൻ ബിഹൈൻഡ് യൂണിഫോം ആരെ പറ്റിയത് എഴുതിയിരിക്കുന്നത്? ജനറൽ ബിപിൻ റാവത്ത്. ബിപിൻ റാവത്തിനെ പറ്റിയാണ് ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത്. നമുക്കറിയാം 2021 ഹെലികോപ്റ്റർ ക്രാഷിൽ അദ്ദേഹം മരണപ്പെടുന്നത്, അല്ലേ? ഹെലികോപ്റ്റർ ക്രാഷ് സംഭവിക്കുന്നത്. അദ്ദേഹം ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്നു. ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, ആദ്യത്തെ ഡിഫൻസ് സ്റ്റാഫുകളുടെ ചീഫായിരുന്നു.
ബിപിൻ റാവത്ത് സാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതുപോലെ ലൈഫിൽ അദ്ദേഹം ഫോളോ ചെയ്ത് വന്നിരുന്ന മോറൽസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫിനെ പറ്റി, അല്ലെങ്കിൽ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഇവൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ കരിയറിലുള്ള ഓരോരോ ഗ്രോത്ത്, ഓരോരോ മൈൽ സ്റ്റോൺസ്, ഓരോരോ സ്റ്റെപ്പുകളെ പറ്റിയൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. പഠിക്കാൻ പ്രത്യേകിച്ച് കോഡില്ല, പക്ഷെ ഇങ്ങനെ ഓർത്ത് വയ്ക്കാം അവരുടെ രണ്ടുപേരും ഓദറിൻ്റെയും ആരെ പറ്റിയാണോ എഴുതിയിരിക്കുന്നത്, ബിപിൻ റാവത്ത് സാറിൻ്റെ ആ ഒരു സർനെയിം രണ്ടും ഒരേപോലെയാണ് വരുന്നത് അല്ലേ, ബിഷ്ത് റാവത്ത് അതുപോലെ തന്നെ ബിപിൻ റാവത്ത്. അപ്പോൾ റാവത്ത് ആ ഒരു സർനെയിം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് പഠിക്കാം, ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റ്സ്, ഈ ഒരു 2-3 പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ബുക്കിലേക്ക് പോവാം. അടുത്തത് നോക്കാനുള്ളത് 12ാമത്തേത് ഡോക്ടർ YS രാജൻ ആൻഡ് ഡോക്ടർ മരയ്ക്കാർ അല്ലെങ്കിൽ നസീമ മരയ്ക്കാർ, രണ്ടുപേര് കോതേഴ്സ് ആയിട്ട് രണ്ടുപേരും ഒരുമിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ പേരാണ് എന്താ, ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മറീസ് നെവർ ഡൈ, അതായത് നിனைப்புകൾക്ക് മരണമില്ലേ അല്ലേ, നിனைப்புകൾക്ക് മരണമില്ലേ എന്ന് പറയുന്ന തമിഴ് ബുക്കിൻ്റെ ട്രാൻസ്ലേറ്റഡ് വേർഷൻ ആണ് ഈ ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മറീസ് നെവർ ഡൈ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. ഓക്കെ, നിனைப்புകൾക്ക് മരണമില്ലേ അല്ലെ, ഓർമ്മകൾക്ക് മരണമില്ല. ഇപ്പോൾ റിലീസ് ചെയ്തത് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ അമിത്ഷാ സാറാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. എന്താ പുസ്തകത്തിൻ്റെ പേര് ഒന്നുകൂടി, ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മറീസ് നെവർ ഡൈ എന്നുള്ളതാണ്. അപ്പോൾ ഏത് പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷനാണ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഈ ഒരു പുസ്തകം എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, നിனைப்புകൾക്ക് മരണമില്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ അബ്ദുൽ കലാം സാറിൻ്റെ ഡ്രീംസ് എന്തൊക്കെയായിരുന്നു, ലൈഫ് ജേർണി എന്തൊക്കെയാണ്, ഫാമിലി സിറ്റുവേഷൻസ് എന്തൊക്കെയായിരുന്നു, അദ്ദേഹം എവിടെ വരെ എത്തി, ലൈക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. ഓക്കെ, അടുത്ത പുസ്തകത്തിലേക്ക് പോവാണ്. 13ാമത്തേത് പ്രിൻസ് ഹാരി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. എന്താണ്, സ്പെയർ. അതൊരു ഓർമ്മക്കുറിപ്പാണ്. നമ്മൾ നേരത്തെ ഒരു ഓർമ്മക്കുറിപ്പ് പഠിച്ചായിരുന്നു ഇല്ലേ, അതേപോലെ ഒരു ഓർമ്മക്കുറിപ്പാണ് വരുന്നത്. പ്രിൻസ് ഹാരി എഴുതിയിട്ടുള്ള സ്പെയർ എന്ന് പറയുന്ന ഒരു പുസ്തകം. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ റെലവൻസ്, ബ്രിട്ടീഷ് റോയൽ ഫാമിലിയിലെ ഒരു മെമ്പർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് വരുന്നതുകൊണ്ടാണ് ആ ഒരു പുസ്തകം തന്നെ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ ഓതേഴ്സ് എഴുതിയിട്ടുള്ള പുസ്തകമൊന്നുമല്ല, പക്ഷെ എന്താ, പ്രിൻസ് ഹാരി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് സ്പെയർ എന്ന് പറയുന്നത്. അപ്പോൾ സ്പെയർ ആൻഡ് പ്രിൻസ് ഹാരി. അപ്പോൾ ഇദ്ദേഹം ജനിച്ച സമയത്ത് ഇദ്ദേഹത്തിന് അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇദ്ദേഹം വില്യം രാജകുമാരൻ്റെ അനിയനാണല്ലോ, അപ്പോൾ വില്യത്തിൻ്റെ അനിയനാണ്. സോ എൻ്റെ ഒരു പരമ്പരയുടെ ഒരു സ്പെയർ ആണ് അല്ലേ, കിരീടാവകാശമാണ്, പക്ഷെ ഒരു സ്പെയർ ആണ് എന്നുള്ള അങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഓർമ്മക്കുറിപ്പിൽ സ്പെയർ എന്ന് പറയുന്ന പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്പെയർ മെമ്മോയറാണ്, ഓർമ്മക്കുറിപ്പാണ്. ആരുടെ, പ്രിൻസ് ഹാരിയുടെ ഓർമ്മക്കുറിപ്പാണ്, ഓർത്തേക്കുക. അടുത്ത് നോക്കാം. 14ാമത്തേത് ശശി ശേഖർ വെമ്പതി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് കളക്റ്റീവ് സ്പിരിറ്റ് കോൺക്രീറ്റ് ആക്ഷൻ എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ ശശി ശേഖർ വെമ്പതി എന്ന് പറയുന്നത് നമ്മുടെ പ്രസാർ ഭാരതി അല്ലേ, പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ പ്രസാർ ഭാരതിയുടെ ഫോർമർ CEO ആയിരുന്നു. പ്രസാർ ഭാരതിയുടെ ഫോർമർ CEO ആയിരുന്നു ശശി ശേഖർ വെമ്പതി എന്ന് പറയുന്ന സർ. അപ്പോൾ സർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് എന്താ, കളക്റ്റീവ് സ്പിരിറ്റ് കോൺക്രീറ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പുസ്തകം റിലീസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മൻ കി ബാത്ത് പ്രോഗ്രാമില്ലേ, മൻ കി ബാത്ത് പ്രോഗ്രാമിൻ്റെ 100th എപ്പിസോഡിൻ്റെ ദിവസമാണ്, 100ാമത്തെ എപ്പിസോഡിൻ്റെ ദിവസമാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 100th എപ്പിസോഡ് ഓഫ് മൻ കി ബാത്ത്. മൻ കി ബാത്ത് പ്രോഗ്രാമിൻ്റെ 100ാമത്തെ എപ്പിസോഡിലാണ് ഈ ഒരു പുസ്തകം റിലീസ് ചെയ്തിട്ടുള്ളത്. പ്രസാർ ഭാരതിയുടെ ഫോർമർ CEO ആയിരുന്നു ശശി ശേഖർ വെമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ കോഡില്ല, നിങ്ങൾ ഓർത്ത് വെച്ചേ പറ്റുള്ളൂ. അടുത്തതിലേക്ക് പോകാം. 15ാമത്തേത് ജോർജി ഗോസ്പോണ്ടിനോവ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ടൈം ഷെൽട്ടർ. ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പുസ്തകമാണ്. എന്താണ് ഇമ്പോർട്ടൻസ്? ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2023 ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ടൈം ഷെൽട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു ബൾഗേറിയ എന്ന് പറയുന്ന കൺട്രിയിൽ അവിടെയുള്ള റീജിയണൽ ലാംഗ്വേജിൽ എഴുതുന്ന ഒരു ഓതറാണ്. സോ അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പറയപ്പെടുന്ന ടൈം ഷെൽട്ടർ എന്ന് പറയുന്ന പുസ്തകം. ഇതിൻ്റെ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് ഏഞ്ചല റോഡലാണ്. അപ്പോൾ രണ്ടുപേർക്കും അവാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ ഏഞ്ചല റോഡല എന്ന് പറയുന്നത്. സോ ഈ ഒരു ബുക്കിൽ പറയുന്നത് എന്താ, ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ എങ്ങനെ പഠിപ്പിക്കുന്നു. അതായത് പാസ്റ്റിൽ നമ്മൾ പ്രസന്റിൽ നമ്മൾ ഓരോ ആക്ഷൻസ് അല്ലെങ്കിൽ ലൈഫിലുള്ള ഓരോ സിറ്റുവേഷൻസിനെയും പ്രസന്റിൽ നിന്നുകൊണ്ട് നമ്മൾ പഴയ കാര്യങ്ങൾ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ ആലോചിച്ചിട്ട് എന്താ പറയുക ടെൻഷൻ ആവാതെ ആങ്സൈറ്റി ഉണ്ടാവാതെ എങ്ങനെ പ്രസന്റ് മൊമെന്റിൽ നമുക്ക് ലൈഫിലെ ഓരോ സിറ്റുവേഷൻസിനെയും എഫക്റ്റീവ്ലി എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. 16ാമത്തേത് ബാർബറ കിങ് സോൾവർ.
അപ്പോൾ ഇത് പഠിക്കാനുള്ള കോഡ് എന്ന് പറയുന്നത് ജോർജി ഗോസ്പോണ്ടിനോ. അപ്പോൾ ഇതിലൊരു വാക്ക് വരുന്നുണ്ട് പോണ്ട്. പോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുളം അല്ലേ, പോണ്ട്. പോണ്ട് എന്ന് പറയുന്നത് ഒത്തിരി ജീവജാലങ്ങൾക്ക് ഒരു ഷെൽട്ടർ അല്ലേ, ഒരു വീട് പോലെ അഭയകേന്ദ്രം അല്ലേ. അപ്പോൾ ഷെൽട്ടർ, ടൈം ഷെൽട്ടർ, അതിലുള്ള ഷെൽട്ടറും പോണ്ടും തമ്മിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ നോക്കുക. അടുത്തത് ഏതാ? ബാർബര കിങ് സോൾവർ എന്ന് പറയുന്ന ഓതർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഡേമൺ കോപ്പർഹെഡ് എന്ന് പറയുന്നത്. ഇത് എന്താ? പുലിറ്റ്സർ പ്രൈസ് 2023 പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു പുസ്തകമാണ്. 2 പുസ്തകങ്ങൾക്ക് കിട്ടിയിരുന്നു. ഒരു പുസ്തകം ഇതാണ്, അടുത്ത പുസ്തകം ഞാൻ പറയാം. അപ്പോൾ പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പറയുന്ന ഡേമൺ കോപ്പർഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോഡ് നിങ്ങൾ പഠിക്കേണ്ടത് എപ്പോഴും ബാർബര. സോ ബാർബർ അല്ലെ, ഹെയർ സ്റ്റൈലിസ്റ്റ് ഓർ ബാർബർ. ബാർബർ എന്ന് പറയുന്നത് എപ്പോഴും എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാ? ഹെഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതല്ലേ അല്ലേ? ഹെഡ് എന്ന് പറയുന്ന ഒരു വാക്ക് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഹെഡ് ആൻഡ് ബാർബർ രണ്ടും കൂടി കണക്ട് ചെയ്യാം. ബാർബര കിങ് സോൾവർ ഡീമൺ കോപ്പർഹെഡ്, അല്ലെങ്കിൽ ഹെഡും ബാർബർ രണ്ടും കണ്ടാൽ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വന്നോളും അത് എങ്ങനെയാണെന്നുള്ളത് ആൻസർ. ഓക്കെ, അപ്പോൾ 2023 പുലിറ്റ്സർ പ്രൈസ് വിന്നറാണിത്. അടുത്തത് 17ാമത്തേത് ഹെർനാൻ ഡയസ് എഴുതിയിട്ടുള്ള പുസ്തകമാണ് ട്രസ്റ്റ് എന്ന് പറയുന്ന വേറൊരു പുസ്തകം. ഈ പറയുന്ന പുസ്തകത്തിനും 2023 പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പുസ്തകം ഡീമൺ കോപ്പർഹെഡും അതുപോലെ തന്നെ ട്രസ്റ്റ് എന്ന് പറയുന്നത് പുലിറ്റ്സർ പ്രൈസ് 2023 പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുള്ള പുസ്തകമാണ്. പഠിക്കാനുള്ള കോഡ് എന്താ? കോഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ട്രസ്റ്റ് ഹെർ എന്നുള്ള ഒരു വാക്ക് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ട്രസ്റ്റ് ഹെർ എന്ന് നിങ്ങൾ ഓർക്കുക. ട്രസ്റ്റ് ഹെർ, അല്ലാതെ വേറെ കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ട്രസ്റ്റ് ഹെർ. ഓക്കെ, അടുത്തതിലേക്ക് പോകുന്നു. 18ാമത്തേത് മൻസുഖ് മണ്ഡവ്യ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യാസ് COVID-19 വാക്സിൻ സ്റ്റോറി എന്ന് പറയുന്ന ഒരു പുസ്തകം അല്ലേ. ഇത് പുള്ളിക്കാരൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. മൻസുഖ് മണ്ഡവ്യ ആരാണ്? നമ്മുടെ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആണ് അല്ലേ, യൂണിയൻ ഹെൽത്ത് ആൻഡ് ഫാമിലി മിനിസ്റ്റർ ആണ്. ഹെൽത്ത് ആൻഡ് ഫാമിലി മിനിസ്റ്റർ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് പുസ്തകത്തിന്റെ വിഷയം എന്ന് പറയുന്നതും. എന്തായിരുന്നു 2020 നമ്മൾ ഇതുപോലെ COVID-19 കൊറോണ വൈറസ് വന്ന സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യം അതിനെ ടാക്കിൾ ചെയ്തത്, ഏതൊക്കെ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി, ഒരു നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ലോക്ക്ഡൌണും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ലോക്ക്ഡൌണും കാര്യങ്ങളും നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ജാഗ്രത പുലർത്തി. പക്ഷേ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ രാജ്യത്തിൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളെന്ന രീതിയിൽ അദ്ദേഹം ഹെൽത്ത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ പ്രൊസീജിയേഴ്സിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് എന്നുള്ള ഒരു ജേർണിയുടെ ഒരു സമ്മറി എന്നുള്ള രീതിയിലാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യാസ് COVID-19 വാക്സിൻ സ്റ്റോറി എന്ന് പറയുന്ന പുസ്തകം. അടുത്തത് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഹെൽത്ത് മിനിസ്റ്റർ ആണ്. സോ COVID-19 ഹെൽത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ലേ, സോ അങ്ങനെ അസോസിയേറ്റ് ചെയ്യുക. 19 അതേപോലെ തന്നെയാണ് മൻസുഖ് മണ്ഡവ്യ സാർ എഴുതിയിട്ടുള്ള ഒരു വേറൊരു പുസ്തകമാണ് ഇന്ത്യാസ് വാക്സിൻ ഗ്രോത്ത് സ്റ്റോറി ഫ്രം കൗപോക്സ് ടു വാക്സിൻ മൈത്രി എന്ന് പറയുന്ന ഒരു പുസ്തകം. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് കോ-ഓതർ ആരാണ്? സജ്ജൻ സിംഗ് യാദവ് ആണ് കോ-ഓതർ ആയിട്ടുള്ളത്. ഇതും ഇതേപോലെ തന്നെ ഇതുപോലെ തന്നെ വാക്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ അത് എങ്ങനെ എടുക്കുന്നു അല്ലേ, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഇന്ത്യാസ് വാക്സിൻ ഗ്രോത്ത് സ്റ്റോറി ഫ്രം കൗപോക്സ് തൊട്ടിട്ട് വാക്സിൻ മൈത്രി വരെയുള്ള ഇന്ത്യയുടെ വാക്സിൻ്റെ ആ ഒരു ഗ്രോത്ത് സ്റ്റോറി, ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി, ആ ഒരു ഗ്രോത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇന്നത്തെ സെക്ഷനിലെ അവസാനത്തെ പുസ്തകമാണ് 20ാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ആർ കൗശിക് ആൻഡ് ആർ ശ്രീധർ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. എന്താണ്? കോച്ചിങ് ബിയോണ്ട് മൈ ഡേയ്സ് വിത്ത് ദി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. അപ്പോൾ ആർ ശ്രീധർ എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം ഒരു 6-7 വർഷത്തോളം നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ഫീൽഡിംഗ് കോച്ചായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ആർ കൗശിക് സാർ ആണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായിട്ട് വളരെയധികം ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അപ്പോൾ രണ്ടുപേരും കൂടി ചേർന്ന് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് കോച്ചിങ് ബിയോണ്ട് മൈ ഡേയ്സ് വിത്ത് ദി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറയുന്ന ഒരു പുസ്തകം. സോ ഇത് പഠിക്കാൻ വേറെ കോഡുകളൊന്നുമില്ല, നിങ്ങൾ ഓർത്തേക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2023 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 പുസ്തകങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മളിന്ന് പഠിച്ചത്. ഇനി അടുത്ത സെക്ഷനുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ഇതെല്ലാവരും റിവൈസ് ചെയ്യുക, പറഞ്ഞ കോഡുകളൊക്കെ ഓർത്ത് വയ്ക്കുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത സെക്ഷനിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു, ബൈ. എല്ലാവരും നന്നായി പഠിക്കാം.